ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്വാദിഷ്ടമായ ചിക്കൻ കറി റെസിപ്പി നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ, നമുക്ക് കുറച്ച് ക്യാഷ്യൂ വേണം, തക്കാളി 2 എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കിലോ ചിക്കനാട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സവാള, ഞാനിവിടെ സവാള കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു 4 സവാള ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിയാൻ കാരണം ഇങ്ങനെ അരിയുമ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ ചിക്കൻ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഓൾറെഡി മാരിനേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും കളറിലിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പേസ്റ്റ് എന്താണ് ഞാൻ പറയാം. പിന്നെ വേണ്ട നമുക്ക് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ് വാങ്ങിക്കാനായിട്ട്. ഇത് നല്ലൊരു ഫ്ലേവർ തരാനായിട്ട് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടിയിട്ടുള്ളൊരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള എത്രമാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ഗ്രേവി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ് സവാള ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു 3-4 സവാള, വലിയ സവാള തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ വഴറ്റിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ലോണം ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ ഞാൻ പറയും, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. ഗ്രേവി റെസിപ്പി, ചിക്കൻ കറി റെസിപ്പീസിൽ നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടൈപ്പ് ചിക്കൻ കറി. അപ്പം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഓൾറെഡി നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നാലും ഇതിലേക്കും ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഞാൻ കണക്ക് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൈയളവിനാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് കണക്ക് പറയാത്തത്. പിന്നെ ചിക്കൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികൾ. അതിനുശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ക്യാഷ്യൂ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫ്രൈ ചെയ്യുക. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത ക്യാഷ്യൂവും പിന്നെ തക്കാളിയും കൂടി മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് ആ പേസ്റ്റാണ് ഈ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ പേസ്റ്റാണ് ശരിക്കും ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്, ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്ന ഈ ഒരു പേസ്റ്റാണ്. കാരണം ക്യാഷ്യൂ ഉണ്ട്, തക്കാളിയും അരച്ചാണ് ചേർത്തേക്കുന്നത്. ഈ പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗരം മസാല നമ്മൾ ആഡ് ചെയ്തില്ലായിരുന്നു, ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചൂടായ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇനിയിപ്പം നമുക്ക് അധികം കാര്യങ്ങളൊന്നുമില്ല, കാരണം അടച്ച് വെച്ചിട്ട് വേവ് നോക്കുക. ചിക്കൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് വേവ് നോക്കിയിട്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞ് നമുക്ക് കറി റെഡിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലാസ്റ്റ് ഒരു സമയത്ത് നമുക്ക് കസൂരി മേത്തി ഉണ്ടല്ലോ, ഉലുവയുടെ ഇല, അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അത് നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് തരും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ആഡ് ചെയ്യാനില്ല. കസൂരി മേത്തി കൂടി ചേർത്തോട്ട് നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് നല്ലോണം ചിക്കൻ വേവിക്കാം. ചിക്കൻ്റെ വേവ് മാത്രമേ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം റെഡിയാണ്. ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് കൊണ്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ പിടി ഇറച്ചിയൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അങ്ങനെ ഏത് ഇതിലാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഗ്രേവി എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാണുന്നത് പോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവിക്ക്, എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കൻ അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് വേവ് നോക്കാൻ വേണ്ടി നോക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ, ചിക്കൻ ഗ്രേവിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.